അസ്സലാമലൈക്കും, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോഴിയുടെ കരളം കൊക്കോ പരണിയും കൊണ്ട് ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? നമുക്ക് എല്ലാം തൊലിച്ചെടുക്കാം. ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. 4 സവാള, കുറച്ച് കൊച്ചുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം തൊലിച്ചെടുക്കാം. ചരുവം വെച്ചിട്ടുണ്ട്. അപ്പൊ ചരുവം ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 10-20 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ്. ഇതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പൊടി ഐറ്റംസ് ആണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാത്തിനും പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യാം. കുറച്ച് ഏലക്ക, കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം.
ഇൻഗ്രീഡിയൻസ് ആയ കൊക്കോ പെരട്ടയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പെരട്ടയും ഗ്രേവിയൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം.